ഹലോ, നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബ്രെഡ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ മുട്ട ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർ മുട്ട ഈ പാലിൻ്റെ കൂടെ ഈ സമയം ചേർക്കുക. തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അലിഞ്ഞ ശേഷം മാത്രം ഇതിലേക്ക് നെയ്യും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. ഇത് നെയ്യിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാലിൻ്റെ കൂടെ നെയ്യ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കുമ്പോഴത്തേന് നെയ്യുടെ മണം അത്രയ്ക്ക് എടുത്ത് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പാനിലേക്ക്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ബ്രെഡ് ഫ്രൈ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.